നമസ്കാരം. പ്രധാന വാർത്തകൾ. കുന്നംകുളം ചൊവ്വന്നൂർ കൊലപാതകം. പ്രതി സണ്ണി സ്വർഗാനുരാഗിയായ സൈക്കോ കില്ലറെന്ന് പോലീസ്. രാത്രി യുവാവിനെ കൊലപ്പെടുത്തിയ പ്രതി മൃതദേഹത്തിനൊപ്പം കിടന്നുറങ്ങി. കൊല്ലപ്പെട്ട യുവാവിനെ ഇനിയും തിരിച്ചറിഞ്ഞില്ല. അന്വേഷണം ഊർജിതം. കൊളപ്പള്ളി ആറാടിയിൽ 9.5 ഗ്രാം MDMA-യുമായി ഒറ്റപ്പാലം സ്വദേശികളായ യുവാക്കൾ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിൽ. പ്രതികളെ ഷൊർണൂർ പോലീസിന്റെ സഹായത്തോടെ പിടികൂടിയത് സാഹസിക നീക്കത്തിലൂടെ. കൊളപ്പള്ളി ചുവന്ന ഗേറ്റിലെ സ്വകാര്യ ഫർണിച്ചർ ഹോം അപ്ലയൻസസ് സ്ഥാപനത്തിലെ കവർച്ചയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സ്വദേശി പിടിയിൽ. 2 പ്രതികൾ കൂടി ഉടൻ പിടിയിലാകുമെന്ന് പോലീസ്. അറസ്റ്റിലായ തമിഴ്നാട് സ്വദേശി മുത്തുകുമാറിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ചികിത്സാ പിഴവ് മൂലം പല്ലശ്ശന സ്വദേശിനിയായ 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ കർശന നടപടിയുമായി ആരോഗ്യവകുപ്പ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വീഴ്ച വരുത്തിയ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തു. നടപടി ഡോക്ടർമാരായ മുസ്തഫ, സർഫറാസ് എന്നിവർക്കെതിരെ. നടപടിക്കെതിരെ പ്രതിഷേധവുമായി KGMOA. ശബരിമല വിഷയത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതെന്ന് BJP കേന്ദ്ര നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. തട്ടിപ്പ് സർക്കാർ സ്പോൺസേഡ് പരിപാടി. സംഭവം CBI അന്വേഷിക്കണമെന്നും PK കൃഷ്ണദാസ്. അയ്യപ്പ സംഗമത്തിന്റെ വിജയത്തിൽ പലരും അസ്വസ്ഥരാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിഷ്പക്ഷവും സത്യസന്ധവുമായ വിജിലൻസ് അന്വേഷണം നടക്കും. CPM അലങ്ങനടി ലോക്കൽ കമ്മിറ്റി ഓഫീസ് നാടിന് സമർപ്പിച്ചു. കുടിവെള്ള വിതരണം സ്വകാര്യവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. കുറഞ്ഞ നിരക്കിൽ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാകുന്നത് വാട്ടർ അതോറിറ്റി നിലനിൽക്കുന്നത് മൂലം. ഓൾ കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ AITUC രൂപീകരണത്തിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷം പാലക്കാട്ട്. KSRTC പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച ബാംഗ്ലൂർ സർവീസ് MLA രാഹുൽ മാങ്കൂട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തതിനെതിരെ DYFI. ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെയും ഡിപ്പോ എഞ്ചിനീയറെയും ഉപരോധിച്ചു. പൊതുപരിപാടി നോട്ടീസ് അടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ MLAക്ക് വെല്ലുവിളി. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിലെ റോഡുകളുടെ തകർച്ചയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് STU. പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന് യൂണിയൻ നിവേദനം നൽകി. നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരമെന്ന് നേതാക്കൾ. വാർത്തകൾ വിശദമായി. കുന്നംകുളം ചൊവ്വന്നൂർ കൊലപാതക കേസിലെ പ്രതി 61 വയസ്സുള്ള മരത്തംകോട് സ്വദേശി സണ്ണി സ്വർഗാനുരാഗിയായ സൈക്കോ കില്ലറെന്ന് പോലീസ്. ശനിയാഴ്ച രാത്രിയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹത്തിനൊപ്പം കിടന്നുറങ്ങിയതായും പോലീസ് പറയുന്നു. തിങ്കളാഴ്ച രാവിലെ വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ശനിയാഴ്ച ബീവറേജിൽ വെച്ചാണ് കൊല്ലപ്പെട്ട യുവാവിനെ പ്രതി പരിചയപ്പെട്ടത്. തുടർന്ന് ഇരുവരും ക്വാർട്ടേഴ്സിലെത്തിയ ശേഷം സണ്ണി 500 രൂപ നൽകി. വീണ്ടും പണത്തിനായി സണ്ണിയുടെ പോക്കറ്റിൽ കൈയിട്ടതോടെ സണ്ണി പ്രകോപിതനായി കത്തികൊണ്ട യുവാവിനെ കുത്തുകയും പിന്നീട് ഇരുമ്പിന്റെ ചട്ടി ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പറയുന്നു. പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധത്തിനിടെയായിരുന്നു തർക്കവും കൊലപാതകവുമെന്നാണ് സൂചന. യുവാവ് മരിച്ചുവെന്ന് ഉറപ്പാക്കിയതോടെ യുവാവിനൊപ്പം അന്നത്തെ രാത്രി കിടന്നുറങ്ങി. പിന്നീട് സ്റ്റൗവിൽ ഉപയോഗിക്കാൻ സൂക്ഷിച്ചുവെച്ച ഡീസൽ എടുത്ത് യുവാവിൻ്റെ ശരീരത്തിലൊഴിച്ച് കത്തിക്കുകയും റൂം പൂട്ടി വടക്കാഞ്ചേരിയിലെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. വൈകിട്ട് 5 മണിയോടെ ഇവിടെ നിന്നും തൃശൂർ ശക്തൻ സ്റ്റാൻഡിലേക്ക് പോയ ശേഷം അവിടെ കിടന്നിരുന്ന കുന്നംകുളം ബസ്സിൽ കയറിയിരിക്കുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. പ്രതിക്ക് 19 വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മയെ മഴ ഉപയോഗിച്ച് വെട്ടി കൊലപ്പെടുത്തിയ കേസിലും 2005 ഇതര സംസ്ഥാന തൊഴിലാളിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് സണ്ണി. ആദ്യത്തെ കേസിൽ മാനസിക രോഗിയാണെന്ന നിഗമനത്തിൽ വെറുതെ വിട്ടെങ്കിലും രണ്ടാമത്തെ കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു. തുടർന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വിവിധ സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വരുന്നതിനിടെയാണ് ഈ കൊലപാതകവും നടത്തിയത്. അതേസമയം കൊല്ലപ്പെട്ട യുവാവിനെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ കർശന നടപടിയുമായി ആരോഗ്യവകുപ്പ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വീഴ്ച വരുത്തിയ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തു. ഡോക്ടർ മുസ്തഫ, ഡോക്ടർ സർഫറാസ് എന്നിവർക്കെതിരെയാണ് നടപടി. ആരോഗ്യവകുപ്പിന്റെ നടപടി ആശ്വാസകരമാണെന്ന് കുട്ടിയുടെ കുടുംബം പ്രതികരിച്ചു. ഇക്കഴിഞ്ഞ 24-നാണ് കൈക്ക് പരിക്കേറ്റ് പാലക്കാട് പല്ലശ്ശന ഒഴുപാറ സ്വദേശിനിയായ 9 വയസ്സുകാരി വിനോദിനിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. പരിശോധനയിൽ കൈക്ക് പൊട്ടലുണ്ടെന്ന് കണ്ടെത്തി. തുടർന്ന് പ്ലാസ്റ്ററിട്ട കുട്ടിയെ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു. 30-ന് കുട്ടി ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മെഡിക്കൽ കോളേജിൽ വെച്ച് രക്തയോട്ടം നിലച്ച കുട്ടിയുടെ കൈ മുറിച്ചുമാറ്റി. കുട്ടിയുടെ ചികിത്സയിൽ വീഴ്ച വരുത്തിയ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരെ
ആരോഗ്യവകുപ്പ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ നടപടിയിൽ ആശ്വാസമുണ്ടെന്ന് കുട്ടിയുടെ കുടുംബം പറഞ്ഞു. കുട്ടിയുടെ കൈ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൈമാറിയിരുന്നുവെന്ന് പാലക്കാട് DMO അറിയിച്ചു. ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതു സംബന്ധിച്ച് കൂടുതൽ പറയാനില്ലെന്നും DMO TV റോഷ് പ്രതികരിച്ചു. കുട്ടിക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും കൃത്യമായ അന്വേഷണം നടക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും K. ബാബു MLA കത്ത് നൽകിയിട്ടുണ്ട്. അതേസമയം ജില്ലാ ആശുപത്രി സൂപ്രണ്ട്, KGMOA ഭാരവാഹികൾ എന്നിവർ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് അനുകൂലമായാണ് നേരത്തെ രംഗത്തു വന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നതിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് KGMOA. അന്വേഷണ വിധേയമായി ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരായ മുസ്തഫ, സർഫറാസ് എന്നിവരെ അന്യായമായി സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ആശുപത്രിയിൽ KGMOA പ്രതിഷേധിച്ചു. കളിക്കുന്നതിനിടെ കൈയൊടിഞ്ഞ് ചികിത്സക്കെത്തിയ പല്ലസന ഒഴൂപാറ സ്വദേശിനി വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത് ചികിത്സാ പിഴവ് മൂലമല്ലെന്ന് KGMOA നേതാക്കൾ പറഞ്ഞു. പരിശോധിക്കേണ്ട എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. പ്രോട്ടോകോൾ പാലിച്ചില്ലെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. ജീവൻ രക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ടവർക്ക് നേരെയുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിൽ നടപടിയുണ്ടാകരുത്. സംഭവവുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണങ്ങളോട് പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട്. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായും പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ KGMOA നേതാക്കൾ പറഞ്ഞു. KGMO ആദ്യം തന്നെ ഒരു നിലപാടെടുത്തിരുന്നു. നമ്മൾ ആ കുട്ടിയുടെ ദുഃഖത്തിൽ പങ്കുചേരുക തന്നെയാണ്. പക്ഷേ അതേസമയം ഈ 2 റിപ്പോർട്ട് നമുക്ക് ഫേവറബിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ജില്ലയിലെ വിദഗ്ധ ഡോക്ടേഴ്സിൻ്റെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വിദഗ്ധ ഡോക്ടേഴ്സിൻ്റെ 2 റിപ്പോർട്ടും DMO കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത രണ്ട് റിപ്പോർട്ട്സും നമുക്ക് ഫേവറബിളായിട്ട് വന്നിട്ടും ഗവൺമെൻറ് എന്തുകൊണ്ട് തിടുക്കത്തിൽ ഈ നടപടി എടുത്തു എന്നുള്ളതാണ് KGMO ചോദിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും KGMOയ്ക്ക് പ്രതിഷേധമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇമ്മച്വർ ആയിട്ടുള്ളൊരു നടപടിയിലേക്ക് എന്തുകൊണ്ട് ഗവൺമെൻറ് കടന്നു എന്നുള്ളത് തികച്ചും ദുരൂഹത ഉള്ളതാണ്. അതെന്താണെന്നാണ് മനസ്സിലാവേണ്ടത്. നമുക്ക് അത് ഗവൺമെൻറ് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതാണ്. എന്ത് പ്രോട്ടോകോൾ വീഴ്ചയാണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. നമ്മുടെ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ വഴിയാണ് ചികിത്സ നൽകിയിട്ടുള്ളതെന്നുള്ള ഇന്നലെ നമ്മൾ പ്രസ് മീറ്റിൽ പറഞ്ഞു തന്നെയാണ്. എന്ത് പ്രോട്ടോകോൾ വീഴ്ചയാണ് സംഭവിച്ചതെന്നുള്ള ഗവൺമെന്റ് വിശദമാക്കി തരേണ്ടതാണ്. രാഷ്ട്രീയ സമ്മർദ്ദം തന്നെയാണ്, തീർച്ചയായും അതിൽ ഞങ്ങളെ ബലിയാട് ആക്കുകയാണ്. ഞങ്ങൾ ഈ പാവങ്ങളെ നോക്കുന്ന ഈ 10,000-കണക്കിന് ആൾക്കാരിന്റെ ആശ്രയ കേന്ദ്രമായിട്ടുള്ള ഈ ഡോക്ടേഴ്സിന് ബലിയാടാക്കിയിട്ടാണ് സർക്കാർ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിന് ശക്തമായി KGMO പ്രതിഷേധിക്കും തന്നെയാണ് KGMOന് പറയാനുള്ളത്. അകാരണമായി ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നും അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ വൈശാഖ് ആവശ്യപ്പെട്ടു. IMA മുൻ പ്രസിഡന്റ് ഡോക്ടർ CK ചന്ദ്രശേഖരൻ, DNB മെഡിക്കൽ സ്റ്റുഡന്റ് ഡോക്ടർ സച്ചിൻ എന്നിവർ പ്രസംഗിച്ചു. മെഡിക്കൽ വിദ്യാർത്ഥികളും ഡോക്ടർമാരും ജില്ലാ ആശുപത്രിയിലെ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊളപ്പുള്ളി ആറാണിയിൽ MDMAയുമായി ഒറ്റപ്പാലം സ്വദേശികളായ 2 യുവാക്കൾ പിടിയിൽ. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സാഹസികമായാണ് ഇരുവരെയും പിടികൂടിയത്. തോട്ടക്കര പാറയ്ക്കൽ വീട്ടിൽ 30 വയസ്സുള്ള ആഷിഖ്, പനമണ്ണ ഭവാനലയം വീട്ടിൽ 24 വയസ്സുള്ള അഭിനന്ദ് എന്നിവരാണ് 9.5 ഗ്രാം MDMAയുമായി പിടിയിലായത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ രഹസ്യാന്വേഷണത്തിലാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ഷൊർണൂർ പോലീസും ചേർന്ന് പ്രതികളെ പിടികൂടിയത്. 9.5 ഗ്രാം MDMA പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു. ലഹരി വസ്തുവുമായി ഇവർ സഞ്ചരിച്ച KL 51M 1577 നമ്പർ റോയൽ എൻഫീൽഡ് ബൈക്കും KL 9 AJ 3140 നമ്പർ അപ്പാച്ചെ ബൈക്കും പോലീസ് പിടിച്ചെടുത്തു. പോലീസ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് ഷൊർണൂർ DYSP R മനോജ് കുമാർ, CI രവികുമാർ, SI P സേതുമാധവൻ, CPOമാരായ ഷിബു, N അശോകൻ എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൊളപ്പുള്ളി ചുവന്നഗേറ്റിലെ ഏഷ്യൻ ഫർണിച്ചർ ഹോം അപ്ലയൻസസ് സ്ഥാപനത്തിലെ കവർച്ചയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സ്വദേശിയായ മോഷ്ടാവ് അറസ്റ്റിൽ. തമിഴ്നാട് ത്രിപതു പൗസാംപേട്ട ഭജൻകോവിൽ സ്ട്രീറ്റിൽ 30 വയസ്സുള്ള മുത്തുകുമാരനെയാണ് ഷൊർണൂർ പോലീസ് പിടികൂടിയത്. പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു.
ഷൊർണൂർ SMB ജംഗ്ഷന് സമീപം അസ്വാഭാവിക സാഹചര്യത്തിൽ കഴിഞ്ഞ രാത്രി കണ്ടെത്തിയ മുത്തുകുമാരനെ ഷൊർണൂർ പോലീസ് നൈറ്റ് പട്രോളിംഗ് പാർട്ടി കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തതിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന മോഷണത്തിൻ്റെ ചുരുളഴിയുന്നത്. പ്രതി 30 വയസ്സുള്ള മുത്തുകുമാരൻ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. മുത്തുകുമാരനുൾപ്പെടെ 3 പേരാണ് മോഷണ സംഘത്തിലുണ്ടായിരുന്നത്. സെപ്റ്റംബർ 22-നും 23-നും ഇടയിലാണ് ഫർണിച്ചർ സ്ഥാപനത്തിൽ മോഷണം നടന്നത്. 3-ാം നിലയിലെ വാതിൽ പൊളിച്ച് അകത്ത് കയറിയ സംഘം ഗൃഹോപകരണങ്ങളും ഗൂഡ്സ് ഓട്ടോയും ഉൾപ്പെടെ 3 ലക്ഷത്തിൽ പരം രൂപയുടെ മുതൽ കവർന്നു. നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ പോലീസ് ഒറ്റപ്പാലത്ത് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ശാസ്ത്രീയ അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് 1-ാം പ്രതി മുത്തുകുമാരൻ പിടിയിലായത്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് സമീപം വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരുന്ന പ്രതി റെയിൽവേയുമായി ബന്ധപ്പെട്ട പുറം ജോലികളും മറ്റ് കൂലിപ്പണിയും വെൽഡിംഗ് വർക്കുമെല്ലാം ചെയ്യുന്ന ആളാണെന്ന് പോലീസ് പറഞ്ഞു. മദ്യഷോപ്പിൽ വെച്ച് പരിചയപ്പെട്ട മറ്റ് 2 പേരുമായി ചേർന്നാണ് കവർച്ച ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. പ്രതി മുത്തുകുമാരനെ പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. സ്റ്റേഷൻ ഓഫീസർ വി രവികുമാർ, SI സേതുമാധവൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. CI വി രവികുമാർ, SI മോഹൻദാസ്, ASIമാരായ അനിൽകുമാർ, TP രാജീവ്, സുഭദ്ര, CPO സജീഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ശബരിമല വിഷയത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതെന്ന് BJP കേന്ദ്ര നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. തട്ടിപ്പ് സർക്കാർ സ്പോൺസേഡ് പരിപാടിയാണെന്നും ശബരിമല വിഷയം CBI അന്വേഷിക്കണമെന്നും PK കൃഷ്ണദാസ് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാർ സ്പോൺസേഡ് പരിപാടിയായ അയ്യപ്പ സംഗമത്തിനു മുമ്പ് ശബരിമലയിൽ നിന്ന് പല സാധനങ്ങളും രേഖകളും കടത്തിയിട്ടുണ്ടെന്ന് കൃഷ്ണദാസ് ആരോപിച്ചു. ശബരിമല വിഷയം CBI അന്വേഷിക്കണം. തട്ടിപ്പ് സർക്കാർ സ്പോൺസേഡ് പരിപാടിയാണെന്നും PK കൃഷ്ണദാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭക്തജനങ്ങളെയും വിശ്വാസികളെയും ഞെട്ടിപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണ്. ശബരിമലയിൽ നടന്നത് തനി മോഷണമാണ് എന്ന് ഇപ്പൊ പൂർണ്ണമായും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്, തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ശബരിമലയിൽ നടന്നത് വൻ കവർച്ചയാണ് എന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച വിജിലൻസ് ഇപ്പൊ കണ്ടെത്തിയിരിക്കുകയാണ്. നേരത്തെ വിജിലൻസ് ഏതാണ്ട് മൗനം പാലിച്ചിരുന്നു. ഇപ്പം വിജിലൻസ് പറയാതെ തന്നെ ശബരിമലയിൽ നടന്നത് മോഷണമാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച വിജിലൻസും ഈ നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഭഗവാൻ അയ്യപ്പന്റെ മുതലും പിണറായി സർക്കാരിന്റെ ഒത്താശയോടുകൂടി മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്, കവർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. കേവലം സ്വർണ്ണ മോഷണം മാത്രമല്ല ശബരിമലയിൽ നടന്നത്, സ്പോൺസർഷിപ്പിന്റെ പേരിൽ കുംഭകോണം തന്നെയാണ് നടന്നത്. ശബരിമലയിൽ സ്പോൺസർഷിപ്പിന്റെ മറവിൽ കോടികളുടെ കുംഭകോണമാണ് നടന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ചെല്ലാം സമഗ്രമായി സത്യസന്ധമായ അന്വേഷണം നടക്കണം. ഭഗവാൻ അയ്യപ്പന്റെ മുതലും പിണറായി സർക്കാരിൻ്റെ പിന്തുണയോടെ മോഷ്ടിക്കപ്പെട്ടു. ദേവസ്വത്തിൻ്റേത് ഉൾപ്പെടെ പൊതുമുതൽ കട്ടുമുടിക്കുന്നത് കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ലാതായി. ശബരിമലയിൽ നടന്നത് തനി മോഷണമാണ്. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നതെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. സ്പോൺസർഷിപ്പിൻ്റെ മറവിൽ കോടികളുടെ കുംഭകോണമാണ് നടന്നിരിക്കുന്നത്. പോറ്റിയെ പോറ്റി വളർത്തിയ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ജീവനക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. രേഖകളിൽ ക്രമക്കേടും കൃത്രിമവുമുണ്ട്. ദേവസ്വം വകുപ്പിൻ്റെ പിന്തുണയോടെ ആസൂത്രിതമായ മോഷണമാണ് ശബരിമലയിൽ നടന്നത്. ഉരുപ്പടി സംബന്ധിച്ച രേഖകളില്ലാത്തത് എല്ലാ കാലത്തും മോഷണത്തിന് സൗകര്യമായി. വിഷയത്തിൽ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണം. പലസ്തീൻ വിഷയത്തിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി ശബരിമല വിഷയത്തിൽ മൗനം പാലിക്കുന്നതിൽ ദുരൂഹതയുണ്ട്. BJP ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നടന്ന ചികിത്സാപ്പിഴവ് കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ വീഴ്ചയുടെ തുടർച്ചയാണ്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ വേണമെന്നും
PK കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശബരിമലയിൽ നടന്ന അയ്യപ്പ സംഗമം ചിലരെ വലിയ രീതിയിൽ അസ്വസ്ഥരാക്കിയിട്ടുണ്ടെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. സ്വർണ്ണപ്പാളി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം നടക്കുമെന്നും ശൈലജ പറഞ്ഞു. CPM അംഗനടി ലോക്കൽ കമ്മിറ്റി ഓഫീസ് AKG മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KK ശൈലജ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിഷ്പക്ഷവും സത്യസന്ധവുമായ അന്വേഷണം നടക്കുമെന്നും KK ശൈലജ പറഞ്ഞു. സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം ചിലർക്ക് പിടിച്ചിട്ടില്ല. സംഗമത്തിന്റെ വിജയത്തിൽ അസഹിഷ്ണുതയോടെ ചിലർ വിവാദമുണ്ടാക്കുകയാണ്. LDF സർക്കാർ കേരളത്തിൽ ഇല്ലാതായാൽ ഇപ്പോൾ ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ നിലയ്ക്കും. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ കിട്ടാത്ത സാഹചര്യമുണ്ടാകും. ജനങ്ങൾക്കൊപ്പം ആരാണെന്ന് മനസ്സിലാക്കണം. എല്ലാവരും LDF സർക്കാരിനെ പിന്തുണയ്ക്കണമെന്നും ശൈലജ ആവശ്യപ്പെട്ടു. നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് ഇനിയത്തെ നമ്മുടെ ഉദ്ദേശം കേരളത്തിൽ നന്നായി പഠിച്ചിറങ്ങി വരുന്ന ചെറുപ്പക്കാരെ അവർക്ക് ഇവിടെ തന്നെ ഒരു സംരംഭമൊക്കെ കണ്ടെത്തണം. പോയെടുത്തല്ല ഇങ്ങോട്ട് ഓടിച്ചു വിടുക. അതുകൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ ഡ്രെയിനായി പോകരുത്. ഇവിടുത്തെ തലച്ചോറ് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി, കാരണം നേടിയെടുത്തുനിന്ന് പിന്നോട്ട് പോകാൻ ഇനി വയ്യ. ഇനി ആളുകൾക്ക് വീണ്ടും ദാരിദ്ര്യം നിറഞ്ഞ ആ കുടിലേക്കൊന്നും പോകാൻ പറ്റില്ല. നമ്മളൊന്ന് മാറി വന്നു. ഇവിടെ നിന്ന് ഇനിയും മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ആധുനിക കാലത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. ഇന്ന് ഏറ്റവും വലുത് അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മയാണ്. അതിന് പരിഹാരം കാണാൻ വേണ്ടി വിജ്ഞാന കേരളം പദ്ധതി വിശദീകരിക്കുന്നില്ല, എൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. ആ വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കുന്നു, പുതിയ ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ടാക്കുന്നു, പുതിയ ജോലി കണ്ടെത്തുന്നു. വലിയ മാറ്റം ഉണ്ടാകാൻ പോവുക എന്ന് വെച്ച് കേരളത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സോഷ്യലിസം മുഴുവൻ കൊണ്ടുവരാൻ ഈ BJP ഗവൺമെൻറ് കേരളത്തിൽ സമ്മതിക്കില്ല. വർഗീയതയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. വലിയ പ്രശ്നമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അയ്യപ്പ സംഗമം നടത്തിയതിന് ചിലർക്ക് വല്ലാത്ത ചൂടായി. നമ്മൾ വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല, കോടിക്കണക്കിന് ഭക്തരാ ശബരിമലയിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തും വന്നു ചേരുമ്പോൾ അവർക്ക് ശ്വാസം കഴിക്കണ്ടേ കൂട്ടരെ? അവർക്ക് ബാത്റൂം പോകണ്ടേ? അവർക്ക് സഞ്ചരിക്കണ്ടേ? അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അവർക്ക് പരിക്കുണ്ടായ ചികിത്സിക്കണ്ടേ? ഇന്നുള്ള സൗകര്യം പോരാ. കൂടുതൽ സൗകര്യം അവിടെ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് താല്പര്യരെല്ലാം ചേർത്ത് അയ്യപ്പ സംഗമം നടത്തുന്നത്. അപ്പോൾ പിന്നെ തിരുവാഭരണം കാണാനില്ല, അല്ലെങ്കിൽ അതിൻ്റെ ദ്വാരപാലകൻ്റെ പീഠം കാണാനില്ല എന്നൊക്കെ പറഞ്ഞൊരു ബഹളം ഉണ്ടാക്കാൻ ശ്രമിച്ചു. കാണുന്നില്ലേ? അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും ഈ ഗവൺമെൻറ്. വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടികളെ വശീകരിച്ച് ഗർഭിണിയാക്കി കുട്ടിയെ നശിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന യുഗം അവസാനിപ്പിക്കാൻ കഴിയണമെന്നും ശൈലജ ചൂണ്ടിക്കാട്ടി. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. കോടിയേരി ഹാൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P മമ്മിക്കുട്ടി MLA, VS അച്യുതാനന്ദൻ സാന്ത്വന പരിചരണ കേന്ദ്രം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ, സീതാറാം യെച്ചൂരി സ്മാരക ലൈബ്രറി ഹാൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി എന്നിവർ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് പതാക ഉയർത്തി. ലോക്കൽ കമ്മിറ്റി അംഗം TK മുഹമ്മദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ കമ്മിറ്റി അംഗം C അബ്ദുൽ ഖാദർ, അനങ്ങനടി ലോക്കൽ സെക്രട്ടറി CP ശശി, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ P ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിലെ റോഡുകളുടെ തകർച്ചയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് STU ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി രംഗത്തെത്തി. ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം STU നേതാക്കൾ ഷൊർണൂർ PWD നിരത്തി വിഭാഗം അധികൃതർക്ക് കൈമാറി. അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് STU നേതാക്കൾ പറഞ്ഞു. ഷൊർണൂർ ടൗൺ റോഡ് ഉൾപ്പെടെ ടൗണിനെ ആശ്രയിക്കുന്ന മെയിൻ റോഡിന്റെ എല്ലാ ഭാഗങ്ങളിലും തകർച്ച നേരിട്ട് ഗതാഗത യോഗ്യമല്ലാതായെന്നും വിഷയത്തിൽ അധികൃതർ ഇടപെട്ട് അറ്റകുറ്റപ്പണികൾ നടത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് STU ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി ഷൊർണൂർ PWD നിരത്തി വിഭാഗം അധികൃതർക്ക് നിവേദനം നൽകിയത്. മുസ്ലിം ലീഗ് ഷൊർണൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് P അബ്ദുറഹ്മാൻ, STU മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അലി, ജനറൽ സെക്രട്ടറി ജലീൽ, ഇബ്രാഹിം, അഷ്റഫ്, സലീം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നിവേദനം കൈമാറിയത്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലും പരിസരങ്ങളിലും ടൗൺ കേന്ദ്രീകരിച്ച് ഗതാഗത യോഗ്യം അല്ല റോഡുകൾ. ഏതാണ്ട് 2-2.5 വർഷത്തോളമായിട്ടും ഈ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ PWDയോ അറിഞ്ഞോ അറിയാതെയോ പൊതുസമൂഹത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് റോഡ് കുണ്ടും കുഴിയായി വളരെ പ്രയാസപ്പെടുന്നത് കണ്ടിട്ടും ഉദ്യോഗസ്ഥ വിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ പൊതു ഭരണകർത്താക്കളുടെയും
അവരുടെ ഒന്നും ഒരു എല്ലാവരും യാത്ര ചെയ്യുന്ന കേന്ദ്രീകരിക്കുന്ന ഷൊർണൂർ ആയിട്ട് പോലും നമുക്കിവിടെ ഒരു നീതി പൊതുജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. റോഡുകളുടെ കുണ്ടും കുഴിയെങ്കിലും അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഗതാഗത യോഗ്യം ആക്കണം എന്നാണ് ഞങ്ങൾക്ക് പൊതുസമൂഹത്തിന് വേണ്ടി STU അഭ്യർത്ഥിക്കാനുള്ള. കുളപ്പള്ളി ഷൊർണൂർ പാത 25 ലക്ഷം രൂപ ചിലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയെന്നാണ് പറയുന്നത്. എന്നാൽ 2 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ പോലും അവിടെ നടന്നിട്ടില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. പക്ഷേ 25 ലക്ഷം ഉറുപ്പിയാണ് അതിൽ ബില്ല് പാസ്സാക്കി എടുത്തിട്ടുള്ളത് അവർ. അതേപോലെ ഈ സ്കൂളിലെ മുന്നത്തെ റോഡ് വണ്ടി മറിഞ്ഞ് അപകടം പറ്റാട്ട് മുന്നേ റോഡ് നേരാക്കേണ്ടതാണ്. അല്ല വണ്ടി മറിഞ്ഞ് കുറേ കുട്ടികൾ മരിച്ചിട്ടല്ല ഈ റോഡ് നേരാക്കേണ്ടത്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും നല്ലതാണ്, ജനങ്ങൾക്കും നല്ലതാണ്, ഉദ്യോഗസ്ഥന്മാർക്കും നല്ലതാണ്. ഇത് നമ്മളെ സൂചന മാത്രമാണ്. നമ്മൾ കരുത്തട്ട പരിപാടിയായിട്ട് കർശനമായിട്ടുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ STU സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. കുടിവെള്ള വിതരണം സ്വകാര്യവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. ഓൾ കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ AITUC രൂപീകരണത്തിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KP രാജേന്ദ്രൻ. കുറഞ്ഞ നിരക്കിൽ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നത് വാട്ടർ അതോറിറ്റിയാണെന്നും കുടിവെള്ള വിതരണം സ്വകാര്യവൽക്കരിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും KP രാജേന്ദ്രൻ വ്യക്തമാക്കി. യൂണിയൻ പ്രസിഡന്റ് GS ജയലാൽ MLA അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് പ്രസിഡന്റുമാരായ MM ജോർജ്, KM അനീഷ്, പ്രദീപ്, ജനറൽ സെക്രട്ടറി S ഹസൻ, എംപ്ലോയീസ് യൂണിയൻ CITU ജനറൽ സെക്രട്ടറി P ഉണ്ണികൃഷ്ണൻ, സ്റ്റാഫ് അസോസിയേഷൻ INTUC സംസ്ഥാന സെക്രട്ടറി K മുരളി, ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് T സുദർശൻ, യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ B രാജേന്ദ്രൻ പിള്ള, CP സദാനന്ദൻ, VS ബൈജു, S സിന്ധു, സെക്രട്ടറിമാരായ M അജികുമാർ, VB ബാവിൻ, K രാജേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. യൂണിയൻ സ്ഥാപക നേതാക്കളായ വിജയൻ കുനിശ്ശേരി, K സുന്ദരൻ, C നാരായണൻ, S ചന്ദ്രൻ, M കുഞ്ഞുകുട്ടൻ എന്നിവരെ ആദരിച്ചു. സോഷ്യൽ മീഡിയ സംബന്ധിച്ച് M മുകേഷ് ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KSRTC പാലക്കാട് ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ബാംഗ്ലൂർ സർവീസ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തതിനെതിരെ DYFI. ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെയും ഡിപ്പോ എഞ്ചിനീയറെയും DYFI ഉപരോധിച്ചു. പൊതുപരിപാടി നോട്ടീസ് അടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ MLAയെ DYFI നേതാക്കൾ വെല്ലുവിളിച്ചു. സാർ ഉദ്യോഗസ്ഥന്റെ പണി എടുക്കാൻ തയ്യാറാണെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യും. ഇനി ഉദ്യോഗസ്ഥന്റെ പണിയല്ല രാഷ്ട്രീയ പണിയാണ് എടുക്കാൻ നിൽക്കുന്നതെങ്കിൽ സാർ ഈ ചെയറിനകത്ത് ഒരു നിമിഷം പോലും ഇരിക്കും. ഇവിടെ DYFI പൊതുപ്രസ്ഥാനവും എല്ലാം ഉണ്ട്. ഇങ്ങനെ ഒരു സീറ്റിനകത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഇരുന്ന് രാഷ്ട്രീയ പണി എടുക്കാമെന്ന് മീശമാധവൻ സിനിമയിലെ പട്ടാളം പുരുഷുവിൻ്റെ വീട്ടിൽ ജഗതി ശ്രീകുമാറിൻ്റെ കഥാപാത്രം എത്തും പോലെയാണ് MLA KSRTC സ്റ്റാൻഡിലെത്തിയതെന്ന് DYFI നേതാക്കൾ പരിഹസിച്ചു. DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ, പ്രസിഡന്റ് R ജയദേവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് DTO ജോഷി ജോൺ, ഡിപ്പോ മാനേജർ M സുനിൽ എന്നിവരെ ഉപരോധിച്ചത്. പുതിയ സർവീസുകൾ ആരംഭിക്കുമ്പോൾ ജനപ്രതിനിധികളെ അറിയിക്കാറുണ്ടെന്നും MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന കാര്യം സ്ഥിരീകരിച്ചില്ലെന്നുമാണ് DTOയുടെ വിശദീകരണം. ബാംഗ്ലൂർ സർവീസ് ഡിപ്പോ എഞ്ചിനീയർ ഫ്ളാഗ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷമാണ് MLA ഫ്ളാഗ് ഓഫിനായി എത്തിച്ചേർന്നത്. ഉദ്യോഗസ്ഥരുടെ രഹസ്യ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ എത്തിയതെന്നാണ് DYFIയുടെ ആരോപണം. പൊതുപരിപാടികളിൽ നിന്ന് കുറച്ചുനാൾ വിട്ടുനിന്ന MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച ബാംഗ്ലൂർ സർവീസിൻ്റെ ഫ്ളാഗ് ഓഫിനാണ് പങ്കെടുത്തത്. രാഹുൽ പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ തടയാൻ തന്നെയാണ് തീരുമാനമെന്ന് DYFI നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 15 വർഷം പഴക്കമുള്ള ടാക്സി വാഹനങ്ങൾക്കും 20 വർഷം പഴക്കമുള്ള സ്വകാര്യ വാഹനങ്ങൾക്കും റീടെസ്റ്റ് ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള. വാഹനങ്ങൾ പൊളിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന തീരുമാനം സാധാരണക്കാരായ വാഹനമുടമകൾക്കും വർക്ക്ഷോപ്പ് മേഖലയ്ക്കും തിരിച്ചടിയാണെന്ന് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 10,000 രൂപയോളം ഉണ്ടായിരുന്ന ടെസ്റ്റ് ഫീസ് 30,000-ഓളം രൂപയായാണ് വർദ്ധിപ്പിച്ചത്. 15 വർഷം പഴക്കമുള്ള വാഹനം തകരാറുകൾ പരിഹരിച്ച് പെയിൻ്റടിച്ച് ടെസ്റ്റ് പാസ്സാവണമെങ്കിൽ വാഹന ഉടമ 70,000-ഓളം രൂപ ചെലവഴിക്കേണ്ട സ്ഥിതിയാണ്.
എഞ്ചിൻ തകരാറുകൾ പരിഹരിക്കാതെ പൊല്യൂഷൻ ഫീസ് വർദ്ധിപ്പിച്ചാൽ മലിനീകരണം നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന വസ്തുത അധികൃതർ തിരിച്ചറിയുന്നില്ല. 70,000 രൂപ ചെലവഴിച്ച് ടെസ്റ്റ് പാസ്സാവുന്നതിന് പകരം ബാങ്ക് ലോൺ എടുത്ത് പുതിയ വാഹനം വാങ്ങിക്കുന്നതിലൂടെ സാധാരണക്കാർ ഭീമമായ കടക്കെണിയിലാവുന്നതോടൊപ്പം വർക്ക്ഷോപ്പ് മേഖലയും തകർച്ചയിലാകും. ഒരു വാഹനം പൊളിക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന 5,000 രൂപ പ്രതീക്ഷിച്ചാണ് സർക്കാർ പൊളിക്കൽ നയത്തിന് പ്രോത്സാഹനം നൽകുന്നത്. 5.5 ലക്ഷത്തോളം പേർ തൊഴിലെടുക്കുന്ന വർക്ക്ഷോപ്പ് മേഖലയുടെ സംരക്ഷണത്തെക്കുറിച്ചോ ആനുകൂല്യങ്ങളെക്കുറിച്ചോ നിലനിൽപ്പിനെക്കുറിച്ചോ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ലെന്നും നാസർ കള്ളിക്കാട് പറഞ്ഞു. സംവിധാനം ഒരുക്കണ്ടേ? ആരെ ചെയ്യാം? ഞങ്ങളെ സംബന്ധിച്ചോളം ഈ സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എന്നോ കേരളത്തിൽ വർക്ക്ഷോപ്പുകൾ കൂട്ടിപ്പോയിട്ടുണ്ടോ? ഇനി വെറുതെ പറഞ്ഞല്ല കേട്ടോ, നമ്മൾ മറ്റുള്ള സംഘടന വിൽപ്പം പറയാൻ വേണ്ടി വന്നൊന്നുമല്ല. ഞങ്ങളുടെ സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ വർക്ക്ഷോപ്പർ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് തൊഴിൽ മേഖല അന്യമായതുപോലെ തന്നെ ഈ തൊഴിലും എന്തോ അന്യമാകുമായിരുന്നു. ഇപ്പൊ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സംഘടന തന്നെ അംഗങ്ങളെ പ്രാപ്തരാക്കിയിട്ട് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 5,000-ലധികം ആളുകൾക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ട്രെയിനിങ് കൊടുത്ത് അപ്ഡേഷൻ നടത്തുകയും എന്തിനാ പുതിയ പഠിക്കണ്ടേ? ആർക്കതിന്റെ ഗുണം? വർക്ക്ഷോപ്പുകാർക്ക് മാത്രമല്ല, നമ്മുടെ സാധാരണക്കാർക്കും ഈ തൊഴിൽ മേഖല നിന്നാലേ ഗുണമുള്ളൂ. എല്ലാം സർവീസ് പോയിന്റ് വേണ്ടോ? ഇനി ഇതിനൊക്കെ പുറമെയാണ് ഒരു 7 വർഷം വാറന്റി കൊടുക്കും. ആര്? കമ്പനികൾ 7 വർഷം വാറന്റി കൊടുക്കും. ഇനി 7 വർഷം വരെ എവിടെ കൊണ്ടുപോകണം? ഇന്ന സ്ഥലത്ത് മാത്രമായിരിക്കും. ഇനി സ്വന്തമായി കൊണ്ടുപോകണമെന്നുണ്ടാവുന്ന നേട്ടം എന്താ? അതും കമ്പനികൾക്കാണ്. ഇനി വാറന്റിന്റെ പേര് മാത്രം എല്ലാത്തിനും വാറന്റി ആണോ? അല്ല, അവിടെ ലിമിറ്റേഷൻ ഉണ്ട്. ഇനി ആ വാഹനം ഞങ്ങൾ പണിയെടുത്താൽ അവിടെ പറയും ഇൻഷുറൻസ് കിട്ടില്ല, ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല. ഈ വാഹനം ആര് പണിയെടുത്താൽ, സാധാരണക്കാർ പണിയെടുത്താൽ എന്ന ഒരു അവസ്ഥയ്ക്കാണ് എത്തുന്നത്. ഈ നിയമം ഉണ്ടാവുന്നത് പൂർണ്ണമായും ഒരു തൊഴിൽ വിഭാഗത്തെ അല്ലെങ്കിൽ പുതിയതായി തലമുറ കടന്നു വരുന്ന വിഭാഗത്തെ ഇല്ലാതാവുന്ന സംശയമില്ല. ഇതാണ് ജില്ലാ പ്രസിഡന്റ് പി രാജൻ, സെക്രട്ടറി CC ജയൻ, PS സുജിത്ത്, J കാർത്തിക് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള കുടിശ്ശിക നിവാരണ ക്യാമ്പുകൾ തുടരുന്നു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഷൊർണൂർ മേഖലയിലെ ക്യാമ്പ് കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നടന്നു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിലുള്ള കുടിശ്ശിക നിവാരണ ക്യാമ്പുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 3 തിരുവനന്തപുരത്ത് വെച്ച് നടന്നിരുന്നു. ഇതിനു പിന്നാലെ വിവിധയിടങ്ങളിൽ ക്യാമ്പുകൾ പുരോഗമിക്കുകയാണ്. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാരായ ചെന്താമരാക്ഷൻ, സരിത, സുജ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഷൊർണൂർ മേഖലയിലെ കുടിശ്ശിക നിവാരണ ക്യാമ്പ് കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ വെച്ച് സംഘടിപ്പിച്ചത്. 100 കണക്കിന് തൊഴിലാളികൾ ക്യാമ്പിൽ പങ്കെടുത്തു. കൗൺസിലർ TK ബഷീർ, യൂണിയൻ നേതാക്കളായ ഉണ്ണികൃഷ്ണൻ, അച്യുതൻ, രാജേഷ്, ശിവൻ എന്നിവരും സന്നിധരായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂരിൽ നഗര ഉപജീവന ദൗത്യത്തിന് കീഴിൽ ലോക് കല്യാൺ മേള സംഘടിപ്പിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന ഉദ്ഘാടനം ചെയ്തു. നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് PM സ്വാമിതി ലോക് കല്യാൺ മേള എന്ന ചടങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് നമ്മുടെ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ നഗരസഭയ്ക്ക് ഒരു അവാർഡ് കിട്ടുകയുണ്ടായി. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഗോൾഡൻ പുരസ്കാരമാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ നാടും നഗരവും അത്രയും വൃത്തിയായതുകൊണ്ട് മാത്രമാണ് നമ്മൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്നത്. അപ്പൊ അതിൽ നിങ്ങളുടെയും വലിയൊരു പങ്കുണ്ട്. നിങ്ങൾ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ഏരിയ മൊത്തം ക്ലീൻ ആക്കി നന്നായി നോക്കുന്നത് കൊണ്ട് നിങ്ങളൊരു പങ്കുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. അപ്പൊ തുടർന്നും നിങ്ങളുടെ എല്ലാ സഹകരണമാണ് സെക്രട്ടറി പറഞ്ഞ പോലെ. ചടങ്ങിൽ നഗരസഭാ സെക്രട്ടറി PS രാജേഷ് അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ VC സിന്ധു, ക്ലീൻ സിറ്റി മാനേജർ ശിവൻ എന്നിവർ പ്രസംഗിച്ചു. ലോക് കല്യാൺ മേളയുടെ ഭാഗമായി നഗരത്തിലെ തെരുവ് കച്ചവടക്കാർക്ക് FSSAI-യുമായി ചേർന്ന് ശുചിത്വവും ഭക്ഷ്യസുരക്ഷയും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. FSSAI ട്രെയിനർ ദിവ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സംബന്ധിച്ച് CM ജീഷ്മ എന്നിവർ ക്ലാസ് എടുത്തു. 1ാം ഘട്ട 2ാം ഘട്ട ലോൺ മൊബിലൈസേഷൻ സംഘടിപ്പിച്ചു. കമ്മ്യൂണിറ്റി ഓർഗനൈസർ ബിജിത നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം തുടങ്ങി. ചുനങ്ങാട് സ്കൂളിലാണ് ശാസ്ത്രോത്സവത്തിന് തിരിതെളിഞ്ഞത്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. ചുനങ്ങാട് AVM ഹയർ സെക്കൻഡറി സ്കൂളിലും MSVM UP സ്കൂളിലുമായാണ് ഈ വർഷത്തെ ഒറ്റപ്പാലം ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. 6, 7, 8 തീയതികളിലാണ് ശാസ്ത്രോത്സവം.
LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 85ഓളം വിദ്യാലയങ്ങളിൽ നിന്ന് 4000-ലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്നുണ്ട്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. 4000-ഓളം കുട്ടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയുടെ മാറ്റുരയ്ക്കൽ ചടങ്ങുകൾ പ്രവർത്തികൾ ഓരോ ഭാഗങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 9 മണി മുതൽ തന്നെ കൃത്യമായി പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ നമ്മൾ പരിപാടി തുടങ്ങി വെച്ചാൽ മാത്രമാണ് ഈ 3 ദിവസം കൊണ്ട് ഈ പരിപാടികൾ പൂർത്തീകരിക്കുകയുള്ളൂ. അതിനിടയിൽ നമുക്കിതൊരു ചടങ്ങ് എന്ന നിലയ്ക്ക് നടത്തിയേ പറ്റൂ. അമ്പലപ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AM ബിന്ദു, വാർഡ് മെമ്പർ KT ഷമീർ, DO സിജു തോമസ്, AEO P. അബ്ദുൽ ഖാദർ, BPC PM വെങ്കിടേശ്വരൻ, AVM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സജു T. വർഗീസ്, വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവം ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലായി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ശാസ്ത്രമേളയ്ക്ക് ഉള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ നടക്കുന്ന ശാസ്ത്രമേളയ്ക്ക് ഉത്സവാന്തരീക്ഷത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിലും സംയുക്തമായാണ് നടക്കുന്നത്. ബുധനാഴ്ച രാവിലെ 9 മണിക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഏകദേശം 3000-ലധികം വിദ്യാർത്ഥികൾ ഇവിടെ ശാസ്ത്രോത്സവത്തിനായി വിവിധ സ്കൂളുകളിൽ നിന്നായി എത്തും. മറ്റു അധ്യാപകരും ജഡ്ജ്മെന്റ് അംഗങ്ങളും ഭാരവാഹികളുമടക്കം 5000-ലധികം ആളുകൾ പങ്കെടുക്കുമെന്നും ഇവർക്കുള്ള ഭക്ഷണമടക്കം സമീപത്തുള്ള നീരാഞ്ജലി കല്യാണ മണ്ഡപത്തിൽ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായും വടക്കാഞ്ചേരി AEO ഷീജ കുനിയിൽ, ജനറൽ കൺവീനർ M. പ്രീതി, ജനറൽ സെക്രട്ടറി KG സുരേഷ് ബാബു, ഹൈസ്കൂൾ PTA പ്രസിഡന്റ് MM മുഹമ്മദ് ഹനീഫ, സ്കൂൾ പ്രധാനാധ്യാപിക ആൻസിയമ്മ മാത്യു, LP സ്കൂൾ PTA പ്രസിഡന്റ് TK അലി, SMC ചെയർമാൻ സക്കീർ, അക്കാദമിക് കൗൺസിൽ അംഗം അബ്ദുൽ ഗഫൂർ എന്നിവർ പറഞ്ഞു. സ്കൂൾ ശാസ്ത്രോത്സവം 2025 മുന്നോടിയായുള്ള വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവം പരിപാടി വരുന്ന 8, 9, 10 തീയതികളിലായി 2 സ്കൂളുകളിലായി സംഘടിപ്പിക്കുകയാണ്. GHSS ചെറുതുരുത്തി, GLPS ചെറുതുരുത്തി. ഈ 2 സ്കൂളിലും വടക്കാഞ്ചേരി ഉപജില്ലയിലെ 98ഓളം വരുന്ന സ്കൂളുകളിൽ ഏകദേശം 3400ഓളം കുട്ടികൾ, മത്സരാർത്ഥികൾ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. നമ്മുടെ ശാസ്ത്രോത്സവത്തിൻ്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റിനെ ചെയർമാനാക്കിക്കൊണ്ട് വിപുലമായ രീതിയിൽ സ്വാഗത സംഘം കൂടുകയും വിവിധ കമ്മിറ്റികൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ സപ്പോർട്ട് ആയിട്ട് 2 സ്കൂളിലെയും PTA പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, അതുപോലെ സംഘടനാ നേതാക്കൾ, അക്കാദമിക് കൗൺസിൽ അംഗങ്ങൾ, അതുപോലെ ജനറൽ കൺവീനറായിട്ടുള്ള സ്കൂളിലെ പ്രിൻസിപ്പൽ മേഡം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കല്ലിപ്പാടം കാർമൽ സ്കൂളിന് എതിർവശത്തുള്ള നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. 8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. നഗരസഭയുടെ കഴിഞ്ഞ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്റർലോക്ക് പതിപ്പിച്ച റോഡിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചത്. കല്ലിപ്പാടം നിവാസികൾ വളരെ കാലമായി ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഈ വാർഡിലെ ജനങ്ങൾക്ക് നഗരസഭ നിർവഹിച്ചത്. ഒരുപക്ഷെ അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും പല കാരണങ്ങളാൽ അത് നീണ്ടുപോയതാണ്. പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ നമുക്ക് ആ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോഡ് നവീകരിച്ചത്. 300 മീറ്റർ നീളം കട്ട വിരിച്ചാണ് പാത നവീകരിച്ചിരിക്കുന്നത്. 8 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK കൃഷ്ണകുമാർ, ജിഷ, കൗൺസിലർ KM ലക്ഷ്മണൻ, പ്രദേശനിവാസികൾ
തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നയങ്ങൾക്കെതിരെ BMS വാണിയംകുളം പഞ്ചായത്ത് കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു. മാന്നല്ലൂരിൽ നിന്നും ആരംഭിച്ച പദയാത്ര ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. രാധാ ക്യാപ്റ്റൻ C. പുഷ്പരാജന് പതാക കൈമാറി. വെള്ളിയാട് ചോറോട്ടൂർ, പടിഞ്ഞാറ്റുമുറി ചോറോട്ടൂർ സെൻറ്റർ, തൃക്കങ്ങോട് രണ്ടുമൂർത്തി, തൃക്കങ്ങോട് മനശ്ശേരി സെൻറ്റർ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വാണിയംകുളം ടൗണിൽ ജാഥ സമാപിച്ചു. മയക്കുമരുന്ന് മാഫിയകളെ പോലും കൂട്ടുപിടിക്കുന്ന ഇടത് സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഭാരതീയ മസ്ദൂർ സംഘം കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തലത്തിൽ നടത്തുന്ന കാൽനട പ്രചരണ ജാഥയാണ്. പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി K. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. BMS പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K. സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ, മേഖലാ ജോയിന്റ് സെക്രട്ടറി P. രാജേഷ്, ജാഥ ക്യാപ്റ്റൻ C. പുഷ്പരാജ്, പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ VP സുരേഷ്, TJ സലോമി, PP ശ്രീധരൻ, C. ഷാജി എന്നിവർ പ്രസംഗിച്ചു. ഭാരതീയ മസ്ദൂർ സംഘം 1955 തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ പല ട്രേഡ് യൂണിയനുകളും ഭാരതത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പല ട്രേഡ് യൂണിയനുകളും ഭാരതീയ മസ്ദൂർ സംഘത്തിനേക്കാൾ വളർച്ചയും വ്യാപ്തിയുമുള്ള ട്രേഡ് യൂണിയനുകളുണ്ട്. പക്ഷേ ചിട്ടയായ ആശയത്തിന്റെയും ദേശീയതയുടെയും മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഭാരതീയ മസ്ദൂർ സംഘം ഇന്ന് ഭാരതത്തിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ, തൊഴിലാളി യൂണിയനായി തൊഴിലാളികൾക്കും സമാജത്തിനും സമൂഹത്തിനും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സംഘടനയായി മാറിയ എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പദയാത്രകൾ ഗ്രാമാന്തരങ്ങളിൽ നമ്മൾ നടത്തുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭ വാർഡ് 14 ADSന്റെ നേതൃത്വത്തിൽ ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി സ്നേഹസംഗമം നടത്തി. ആര്യഞ്ചിറ UP സ്കൂളിൽ നടന്ന സംഗമം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ NK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭ വാർഡ് 14 ADSന്റെ നേതൃത്വത്തിൽ ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ആര്യഞ്ചിറ UP സ്കൂളിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ADS ചെയർപേഴ്സൺ ചാന്ദിനി അധ്യക്ഷയായിരുന്നു. കൗൺസിലർ KM ലക്ഷ്മണൻ, ചന്ദ്രിക, ദിവ്യ, വിജിത, ആരിഫ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെയും ADS ഭാരവാഹികളുടെയും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഗ്രാമത്തിൽ മുറ്റത്ത് ഇന്നത്ര ചിത്രങ്ങൾ നീ വരച്ചു, നിറവർണ്ണ ചിത്രങ്ങൾ നീ വരച്ചു. നീല കരിമ്പന കാടുകൾ കരിയില, ഇളനീർ പൊന്നിട്ട പുഴ വരച്ചു. പുഴുമാ പുഴയുടെ സരളമാം താളത്തിൽ മലയാള നാടിൻ്റെ മൊഴി നിറച്ചു. എഴുതിയ ആനക്കണ്ണം എന്നുള്ള കവിതയാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, ന്യൂസ് സെന്റർ, ഷൊർണൂർ.
മംഗല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഭിന്നശേഷി കലോത്സവം വേറിട്ട കാഴ്ചയായി. സ്നേഹസ്പർശം എന്ന നാമകരണത്തിൽ സംഘടിപ്പിച്ച കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. പക്ഷേ ഒരു ഭിന്നശേഷിയുമില്ലാതെ എല്ലാം തികഞ്ഞ ആളുകളെക്കാൾ എത്രയോ കഴിവും പ്രാപ്തിയുമുള്ള ആളുകളാണ് ഭിന്നശേഷിക്കാർ എന്ന വസ്തുത നമുക്ക് പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ മുന്നിലിരിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം വിവിധ മേഖലകളിൽ അവരുടേതായ കഴിവ് തെളിയിച്ച ആളുകളാണ്. ഇപ്പൊ ഇവിടെ ഒരു ചെണ്ട കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, കുറച്ചു കഴിഞ്ഞാൽ ആ ചെണ്ട ഇവിടെ പൊട്ടും. വൈസ് പ്രസിഡന്റ് A. മല്ലിക അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV രാമചന്ദ്രൻ, EP സുരേഷ്, സെക്രട്ടറി സുനിത, പഞ്ചായത്ത് അംഗം ചന്ദ്രിക ടീച്ചർ, BA രതീഷ് കുമാർ, KB വിനോദ് കുമാർ, ICDS സൂപ്പർവൈസർ MA ഷീബ, തെറാപ്പിസ്റ്റ് കൊച്ചുമോൻ, ബേബി വിമല, രാജേശ്വരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം നഗരസഭയിൽ ഹരിതകർമ്മ ശുചീകരണ തൊഴിലാളികളുടെ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. നമ്മളത് കാണുമ്പോൾ അതിലേക്ക് വലിച്ചെറിയുന്ന ശീലം നമുക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട്. മുഴുവനെ ആളുകൾ 100% പ്രഖ്യാപിച്ചാൽ നമ്മുടെ നഗരസഭയ്ക്കകത്തുള്ളവരല്ല, പുറത്തുനിന്ന് വരുന്നവർ ചിലവരൊക്കെ വലിച്ചെറിയുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ആ ശീലം കൂടി മാറണം. നമ്മൾ നിറയെ ബോട്ടിൽ വയ്ക്കണം. കുറച്ചുകൂടി നമുക്ക് വെക്കാനുണ്ട്. നമ്മൾ പദ്ധതി പാസ്സായാൽ നമ്മൾ അതുകൂടി വയ്ക്കും. അങ്ങനെ നമുക്ക് നിറയെ എപ്പോഴും നമ്മുടെ കയ്യിൽ കുപ്പി എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഡൈപ്പേഴ്സ് നമുക്ക് നടക്കാൻ കഴിയില്ല. അപ്പോൾ എവിടെയാണ് അടുത്തുള്ള അവിടെയുണ്ട്. അപ്പോൾ ഏറ്റവും ദൂരം അങ്ങനെ അല്ലാണ്ട് അടുത്തടുത്തായിട്ട് നമുക്ക് കുറേ കുട്ടികൾ വെച്ചാൽ മാത്രമാണ് അതിന് പരിഹാരം കാണുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ പദ്ധതിയിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ പരമാവധി നമ്മൾ ബോട്ടിൽ ബൂത്തുകൾ വെച്ചിട്ടും ബില്ല് വെച്ചിട്ടും നമ്മൾ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ എല്ലാവരും തീരുമാനിച്ചു, ഞങ്ങളെല്ലാവരും ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കും. അങ്ങനെ സ്ത്രീകൾ വീടുകളിൽ നിന്ന് കൊടുക്കാൻ തീരുമാനിച്ചു. സ്കൂൾ കുട്ടികൾ മുഖാന്തരം നമ്മൾ പ്രവർത്തനം നടത്തി. എല്ലാ ഓഫീസുകളിലും നമ്മൾ ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഹനീഫ അധ്യക്ഷയായിരുന്നു. C. അലിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഒറ്റത്തവണ ഉപയോഗമുള്ള പ്ലാസ്റ്റിക്കുകളുടെ നിരോധനം, മാലിന്യ സംസ്കരണത്തിലെ വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങളുടെ ഉപയോഗം എന്ന വിഷയം ജില്ലാ ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ A. ഷെരീഫ് അവതരിപ്പിച്ചു. തൊഴിലാളികളെ ആദരിച്ചു. സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ T. ലത, K. അബ്ദുൾ നാസർ, നഗരസഭാ സെക്രട്ടറി AS പ്രദീപ്, മുനിസിപ്പൽ എഞ്ചിനീയർ മാലിനി, ക്ലീൻ സിറ്റി മാനേജർ വിസ്മൽ, PA ദീപ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂളിൽ സംഗീതോത്സവം സംഘടിപ്പിച്ചു. റിട്ടയർഡ് അധ്യാപിക ഗിരിജ ഭദ്രദീപം തെളിയിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ S. ശാന്തിലാൽ അധ്യക്ഷത വഹിച്ചു. MS രശ്മി സ്വാഗതം പറഞ്ഞു. സംഗീതാധ്യാപകരായ ത്രിവിക്രമൻ, MK രാജേഷ് എന്നിവർ ക്ലാസ് എടുത്തു. ക്ലാസിക്കലായിട്ട് 2 വിഭാഗമാണ് ഉള്ളത്. ഒന്ന് ദക്ഷിണേന്ത്യൻ സംഗീതവും ഒന്ന് ഉത്തരേന്ത്യൻ സംഗീതവും. ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ല. സോഷ്യലിൽ പഠിക്കണ്ടോ? കേരളം, തമിഴ്നാട്, ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കിടക്കുന്നത് അതിന് ആ സംസ്ഥാനങ്ങളൊക്കെ കൂടിയിട്ടാണ് ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്. അതേമാതിരി ഉത്തരേന്ത്യ എന്ന് പറയുന്നത് ഭൂപടത്തിൽ ഇന്ത്യയുടെ പകുതിക്ക് അങ്ങോട്ട് മേപ്പെട്ട് കാണുന്ന ഭാഗങ്ങളൊക്കെ ഉത്തരേന്ത്യ അല്ലേ? ലക്കിടി SSO HSSലെ സംഗീതാധ്യാപകൻ ത്രിവിക്രമൻ, ചളവറ HSSലെ സംഗീതാധ്യാപകൻ MK രാജേഷ്, ഗോപി കണയം, രമേശ് ഒറ്റപ്പാലം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സംഗീതോത്സവം.
ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ മുണ്ടായയിൽ ബാൽസൺ ഷൊർണൂർ അനുസ്മരണം നടന്നു. മേഘാലയ തിയേറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ മുണ്ടായ പള്ളിയാലിലായിരുന്നു അനുസ്മരണ യോഗം. ചടങ്ങിൽ ബാൽസന്റെ ഭാര്യ വിലാസിനി ഭദ്രദീപം തെളിയിച്ചു. മേഘാലയ തിയേറ്റേഴ്സ് പ്രസിഡന്റ് സ്വാതി മോഹൻ അധ്യക്ഷത വഹിച്ചു. KR മോഹൻദാസ് സ്വാഗതം പറഞ്ഞു. K ഗോപാലകൃഷ്ണൻ അനുശോചന പ്രമേയം വായിച്ചു. അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MR മുരളി മുഖ്യപ്രഭാഷണം നടത്തി. നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും, ഒരു നല്ല കലാകാരനായിരുന്നു, ഒരു നല്ല കലാ ആസ്വാദകനായിരുന്നു, അതും ഒരു നല്ല സംഘാടകനായിരുന്നു, ഒരു നല്ല സുഹൃത്താക്കാൻ പറ്റിയ ആളായിരുന്നു. ഏതൊരു കാര്യവും പങ്കുവയ്ക്കാവുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേർന്ന ഒരാളായിട്ടാണ് ബാലചേട്ടനെ എനിക്ക് അനുഭവപ്പെട്ടത്. മുൻ നഗരസഭാ ചെയർമാൻ M. നാരായണൻ, ഷൊർണൂർ നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു, 25-ാം വാർഡ് കൗൺസിലർ K. കൃഷ്ണകുമാർ, 21-ാം വാർഡ് കൗൺസിലർ T. ലത, സുരേന്ദ്രൻ, രാജീവ് പിള്ളത്ത്, T. മുരളീധരൻ, മധു കുഞ്ഞിനാങ്ങത്ത്, ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മനോജ് നന്ദി പറഞ്ഞു. തുടർന്ന് ആറങ്ങോട്ടുകര കലാപാഠശാലയുടെ വിവാഹ സമ്മാനം, ഇടനിലങ്ങൾ എന്നീ നാടകങ്ങൾ അരങ്ങിലെത്തി. കഞ്ഞി വിട്ടിട്ട് ആ പാത്രത്തിൽ വെച്ചിട്ട് വേഗം ഇതിന്റെ കൈപ്പുണ്യം അങ്ങോട്ട് പോരാ, നല്ലോണം വിളിച്ചോ. ന്യൂസ് സെന്റർ ഷൊർണൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പറളി യൂണിറ്റ് കുടുംബമേള പറളി പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ സംഘടിപ്പിച്ചു. KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. രാധാദേവി ഉദ്ഘാടനം ചെയ്തു. 55-56 വയസ്സ് വരെ ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്ക്, കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനുള്ള തിരക്ക്, ഓഫീസിലെ കാണാതെ ഓട്ടവും വീട്ടിലെ ഓട്ടവും കൂടെ ഭയങ്കര അവസ്ഥയിലായിരിക്കും ഓരോരുത്തരും. അത് കഴിഞ്ഞ് എല്ലാ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞ് ജീവിതത്തിലെ പണ്ട് ഉണ്ടായിരുന്ന മോഹങ്ങൾ അതൊക്കെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനും അതിനെയൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാനും കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഈ റിട്ടയർമെന്റ് ജീവിതകാലം. യൂണിറ്റ് പ്രസിഡന്റ് PV ചാമുണ്ണി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി KT രാമദാസ് മുതിർന്ന അംഗങ്ങളെ പരിചയപ്പെടുത്തി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് V. മണിയൻ മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി TK സരസ്വതി അമ്മാൾ SSLC +2 അവാർഡ് കിട്ടിയ കുട്ടികളെ പരിചയപ്പെടുത്തി. സംസ്ഥാന കൗൺസിൽ അംഗം PR രാജേശ്വരി SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിച്ചു. റൂറൽ ബ്ലോക്ക് പ്രസിഡന്റ് K. പാർത്ഥസാരഥി, റൂറൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KC ബാലൻ, യൂണിറ്റ് രക്ഷാധികാരി MC ബാലൻ, റൂറൽ ബ്ലോക്ക് സെക്രട്ടറി P. കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. ജയേഷ് ആരോഗ്യപരിപാലന ക്ലാസ് നയിച്ചു. യൂണിറ്റ് സെക്രട്ടറി CA മുരളീധരൻ സ്വാഗതവും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KM പുലരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് കലാസന്ധ്യയും ഒരുക്കിയിരുന്നു. സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ ഉദ്ഘാടനം ചെയ്തു. കേരളശ്ശേരി പഞ്ചായത്ത് ടീമായി പോയിക്കൊണ്ട് കഴിഞ്ഞ തവണത്തെ ട്രോഫി പഞ്ചായത്തിന് വലിയ ട്രോഫിയാണ്. കാരണം നമുക്ക് അലമാരി കൊള്ളില്ല, അത്ര വലിയ ട്രോഫി ബ്ലോക്കായിട്ട് തന്നിരിക്കുന്നത്. ആ ട്രോഫി നമുക്ക് നേടുന്ന കേരളശ്ശേരിയിലെ ഫുട്ബോൾ താരങ്ങൾ. തീർച്ചയായും ഇനിയുള്ള വർഷങ്ങളിൽ ഈ വർഷങ്ങളിൽ അതിൽ പോയി ജേതാവ് വരട്ടെ. തീർച്ചയായും നമുക്ക് ഈ മാസം ലാസ്റ്റാണ് നമ്മുടെ ബ്ലോക്കിന്റെ കായിക മത്സരങ്ങൾ മുട്ടുകുളവർ ഡേറ്റുകളും മറ്റും നമ്മൾ അറിയിക്കും. തീർച്ചയായും നമ്മൾ വിജയികൾ ചെയ്യേണ്ടത് യഥാസമയം എൻട്രി
ഇതുമായി ബന്ധപ്പെട്ട എൻട്രി പൂർത്തീകരിക്കുക, നിങ്ങളുടെ പ്രൂഫുകൾ ഏതാ സമയം പഞ്ചായത്തിൽ എത്തിക്കുക. ഇനിയുള്ള മത്സരം നമുക്ക് ഇത് കഴിഞ്ഞ് നമ്മൾ കുറേ കലാകായിക മത്സരങ്ങൾ നമുക്കറിയാം. നമ്മുടെ പഞ്ചായത്തിൽ കായിക മത്സരങ്ങൾ മാത്രമേ നടക്കുള്ളൂ. കലാമത്സരങ്ങൾ ഓരോന്ന് എൻട്രി വരുന്നതുകൊണ്ട് നമ്മൾ സമാപന സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അതിന് നമുക്ക് എല്ലാവർക്കും അറിയാം 40 വയസ്സ് കഴിഞ്ഞവർക്കാർക്കും ബ്ലോക്കിലേക്ക് എൻട്രി ഇല്ല. ആ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. 2018 സന്തോഷ് ട്രോഫി ജേതാവ് മുഹമ്മദ് പാറക്കോടിൽ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ, മുഹമ്മദ് പാറക്കോട്ടിൽ എന്നിവർ ചേർന്ന് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ OK രാമചന്ദ്രൻ, B ഷാജിദ, M രമ, ബ്ലോക്ക് അംഗങ്ങളായ A രജനി, B നന്ദിനി എന്നിവർ സംസാരിച്ചു. K ബാലസുബ്രഹ്മണ്യൻ സ്വാഗതവും T സഞ്ജന നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 5 വരെയാണ് കേരളോത്സവം നടന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ഓങ്ങല്ലൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സമീപവാസികൾക്കുമാണ് ക്യാമ്പ് നടത്തിയത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ UT മാലതി നിർവഹിച്ചു. പരിശോധനയും മരുന്ന് വിതരണവും നടന്നു. RSS കാളപ്പാറ മണ്ഡലം പദസഞ്ചലനം ഇരട്ടമ്പലം പരിസരത്ത് നിന്ന് ആരംഭിച്ച് കാരക്കാട് സമാപിച്ചു. പൊതുപരിപാടിയിൽ മാനാനംപറ്റ നാരായണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. പൊതുപരിപാടിയിൽ 1952 കാലഘട്ടത്തിൽ സംഘശാഖയുടെ പ്രവർത്തന ഏകോപനത്തിൽ പങ്കെടുത്ത രാധാകൃഷ്ണനെ രവീന്ദ്രൻ കല്ലിപ്പാടവും ചിത്രകാരൻ മുരുകേശനെ സംഘചാലക സ്വാമിനാഥൻ മാസ്റ്ററും ആദരിച്ചു. കവളപ്പാറ മണ്ഡൽ കാര്യവാഹക് അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. ഒറ്റപ്പാലം സംഘജില്ലാ സഹവിദ്യാർത്ഥി പ്രമുഖ വിഷ്ണു ആറകുളം മുഖ്യപ്രഭാഷണം നടത്തി. കേസരി വാരിക മണ്ഡലം തല ഉദ്ഘാടനം കാരക്കാട് രാധാകൃഷ്ണന് നൽകിക്കൊണ്ട് വിഷ്ണു ആറംകുളം നിർവഹിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രാഷ്ട്രീയ സ്വയം സേവക സംഘം മുളൂർക്കര മണ്ഡലം പദസഞ്ചലനവും പൊതുപരിപാടിയും നടന്നു. ആറ്റൂർ കമ്പനിപ്പടിയിൽ നിന്ന് 100 കണക്കിന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ പദസഞ്ചലനം മുളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്ര മൈതാനിയിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി പ്രമുഖ തന്ത്രി മുഖ്യൻ ബാലകൃഷ്ണ പൈ എത്തി. മണ്ഡൽ കാര്യവാഹ് VB പ്രവീൺ മുഖ്യപ്രഭാഷണം നടത്തി. വടക്കാഞ്ചേരി ഖണ്ഡ് കാര്യവാഹ് VS ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ രാഷ്ട്രത്തിലേക്ക് അവർ വരികയുണ്ടായി. വിവിധ പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിന്റെ പേരിൽ നമ്മളെ കുറ്റം പറയായിരുന്നു വിദേശ രാഷ്ട്രങ്ങളിലുള്ള ആളുകൾ. പക്ഷേ നേരെ തിരിച്ച് കാലം മാറിയ ഈ അവസരത്തിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെയും സന്ദേശത്തെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അവർ നമ്മുടെ രാഷ്ട്രത്തെ സമീപിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാലയളവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ കുറച്ച് ആളുകൾ നമ്മുടെ ഗുരുജനങ്ങളെ കണ്ടുകൊണ്ട് ഗുരുജനങ്ങളെ ഭക്തിപൂർവ്വം അണയുകൊണ്ട് നമ്മുടെ നാടിന്റെ മാത്രം പ്രത്യേകതയായിട്ടുള്ള സന്യാസ ദീക്ഷ സ്വീകരിച്ച് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ഭാരതദേശത്തില് വേറൊരു കോണില് ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മറ്റൊരു ഉത്സവം ഉണ്ടായി. മാറ്റുലി സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. 2025 പിന്നീട് മുമ്പ് തന്നെ വില പവന് 1 ലക്ഷത്തിനപ്പുറമാകുമോ? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. അല്ല, സ്വർണം ഇങ്ങനെ അടിക്കടിക്കായി ദിനം പ്രതി കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ ഇപ്പോൾ ആഗോളതലത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെ. നിലവിൽ ക്രൂഡിലാണ് ഈ നിക്ഷേപം എങ്കിൽ സ്വർണ്ണവില താഴോട്ട് വരുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഈ മിഡിൽ ഈസ്റ്റ് അറബ് സ്ഥലത്തൊക്കെ നടക്കുന്ന യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിലും ആളുകൾ കൂടുതൽ നിക്ഷേപം സ്വർണ്ണത്തിൽ പോകുന്നത് കൊണ്ടാണ് സ്വർണ്ണവില വർദ്ധിക്കുന്നത്. നേരെ മറിച്ച് എല്ലായിടത്തും സമാധാനം വരുമ്പോൾ ക്രൂഡിലേക്ക് നിക്ഷേപം മാറുകയും സ്വർണ്ണവില താഴെ പോവുകയും ചെയ്യും. അത് പ്രതീക്ഷിക്കുന്നു. സ്വർണത്തിന് എന്തായാലും എല്ലാവരും ഇപ്പോൾ ആൾക്കാർ സ്ഥലം മേടിക്കണ കാരണം സ്വർണം മേടിച്ച് നിക്ഷേപിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും ഡിസംബറിലാകുമ്പോഴത്തേനും 1 ലക്ഷം രൂപയൊന്നും വരില്ല. ഈ യുദ്ധമൊക്കെ കാരണം പേടിച്ചിട്ട് ആൾക്കാർ സ്ഥലമൊന്നും മേടിക്കാതെ സ്വർണം മേടിച്ച് നിക്ഷേപിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും 1 ലക്ഷം രൂപ ഡിസംബർ ആകുമ്പോഴത്തേനും വരില്ല എന്നുള്ള തീരുമാനം ഉറപ്പാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കുന്നംകുളം ചൊവ്വന്നൂർ കൊലപാതകം പ്രതി സണ്ണി സൊവർഗാനൂർ ആകിയായ സൈക്കോ കില്ലറെന്ന് പോലീസ്. രാത്രി യുവാവിനെ കൊലപ്പെടുത്തിയ പ്രതി മൃതദേഹത്തിനൊപ്പം കിടന്നുറങ്ങി. കൊല്ലപ്പെട്ട യുവാവിനെ ഇനിയും തിരിച്ചറിഞ്ഞില്ല. അന്വേഷണം ഊർജിതം. കുളപ്പള്ളി ആറാടിയിൽ 9.5 ഗ്രാം MDMA-യുമായി ഒറ്റപ്പാലം സ്വദേശികളായ യുവാക്കൾ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിൽ. പ്രതികളെ ഷൊർണൂർ പോലീസിന്റെ സഹായത്തോടെ പിടികൂടിയത് സാഹസിക നീക്കത്തിലൂടെ. കുളപ്പള്ളി ചുവന്ന ഗേറ്റിലെ സ്വകാര്യ ഫർണിച്ചർ ഹോം അപ്ലയൻസസ് സ്ഥാപനത്തിലെ കവർച്ചയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സ്വദേശി പിടിയിൽ. 2 പ്രതികൾ കൂടി ഉടൻ പിടിയിലാകുമെന്ന് പോലീസ്. അറസ്റ്റിലായ തമിഴ്നാട് സ്വദേശി മുത്തുകുമാറിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ചികിത്സാ പിഴവ് മൂലം പല്ലശ്ശന സ്വദേശിനിയായ 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ കർശന നടപടിയുമായി ആരോഗ്യവകുപ്പ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വീഴ്ച വരുത്തിയ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തു. നടപടി ഡോക്ടർമാരായ മുസ്തഫ, സർഫറാസ് എന്നിവർക്കെതിരെ. നടപടിക്കെതിരെ പ്രതിഷേധവുമായി KGMOA. ശബരിമല വിഷയത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതെന്ന് BJP കേന്ദ്ര നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. തട്ടിപ്പ് സർക്കാർ സ്പോൺസേഡ് പരിപാടി. സംഭവം CBI അന്വേഷിക്കണമെന്നും PK കൃഷ്ണദാസ്. അയ്യപ്പ സംഗമത്തിന്റെ വിജയത്തിൽ പലരും അസ്വസ്ഥരാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിഷ്പക്ഷവും സത്യസന്ധവുമായ വിജിലൻസ് അന്വേഷണം നടക്കും. CPM അനങ്ങനടി ലോക്കൽ കമ്മിറ്റി ഓഫീസ് നാടിന് സമർപ്പിച്ചു. കുടിവെള്ള വിതരണം സ്വകാര്യവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. കുറഞ്ഞ നിരക്കിൽ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാകുന്നത് വാട്ടർ അതോറിറ്റി നിലനിൽക്കുന്നത് മൂലം. ഓൾ കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ AITUC രൂപീകരണത്തിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷം പാലക്കാട്ട്. KSRTC പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച ബാംഗ്ലൂർ സർവീസ് MLA രാഹുൽ മാങ്കൂട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തതിനെതിരെ DYFI. ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെയും ഡിപ്പോ എഞ്ചിനീയറെയും ഉപരോധിച്ചു. പൊതുപരിപാടി നോട്ടീസ് അടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ MLAക്ക് വെല്ലുവിളി. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിലെ റോഡുകളുടെ തകർച്ചയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് STU. പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന് യൂണിയൻ നിവേദനം നൽകി. നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരമെന്ന് നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.